തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഇനി സ്ഥാനാർത്ഥിയോടൊപ്പം. നഗരസഭ 74 ഡിവിഷൻ പനയപ്പള്ളിയിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷാരോൺ സനിലാണ് ഇന്ന് നമ്മോടൊപ്പം സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടിയിൽ ഉള്ളത്. സ്ഥാനാർത്ഥിയോടൊപ്പം എന്നുള്ള പരിപാടിയിലെ ഭാഗമായിട്ടാണ് ഷാരോൺ ഇത്തവണ സ്വാഭാവികമായിട്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ കെട്ടുപാടുകളൊന്നും ഇല്ലാതെ അവരുടെ നിയന്ത്രണങ്ങളൊന്നും ഇല്ലാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. ഷാരോൺ കഴിഞ്ഞ തവണ സനൽമോൻ ഇതുപോലെ തന്നെ മത്സരിച്ച് വിജയക്കൊടി വാങ്ങിച്ച ഡിവിഷനിൽ വീണ്ടും ഷാരോൺ രംഗത്തുണ്ട്. എന്താണ് ഇപ്പൊ ഈ പ്രചരണ രംഗത്ത് വീടുകൾ കയറി ഇറങ്ങുമ്പോൾ വോട്ടർമാരിൽ നിന്ന് ലഭിക്കുന്ന അഭിപ്രായം? ഒട്ടുമിക്ക ആൾക്കാരും പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പറയണത്. പിന്നെ സഞ്ചാരിന് ഇത്രയും നാളായിട്ട് അറിയാവുന്നത് കൊണ്ടും ഇവിടെ കുറെ വികസന പ്രവർത്തനങ്ങൾ നടന്നേക്കണത് കൊണ്ടും വോട്ട് തരുമെന്നാണ് എന്റെയും പ്രതീക്ഷ. ഇത് കഴിഞ്ഞ 5 വർഷം സനിൽമോൻ പിന്നെ കൗൺസിലറായി നഗരസഭ ടൗൺ പ്ലാനിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ ആയിരുന്ന ഒരു ഡിവിഷനാണ്. സ്വാഭാവികമായിട്ടും വോട്ടർമാർ എന്തെങ്കിലും രീതിയിൽ വികസനങ്ങളെ സംബന്ധിച്ച് ആശയങ്ങൾ പങ്കുവെക്കുന്നുണ്ടോ? വികസനങ്ങൾ എന്താണ് തനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് എന്നുള്ളത് ആൾക്കാർ ചോദിക്കുന്നുണ്ട് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ. അപ്പൊ നമുക്ക് ഇനി ചെയ്യാനുണ്ട്, വർക്കുകൾ ഇവിടെ ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ വികസനങ്ങളും കൊണ്ടുവരാനുള്ളതുണ്ട്. അതായത് 5 വർഷം കൊണ്ട് മുൻ കൗൺസിലർക്ക്, അതായത് സിറ്റിംഗ് കൗൺസിലർക്ക് എല്ലാം പൂർത്തീകരിക്കാൻ കഴിയില്ല. അതിന്റെ തുടർച്ച ആയിട്ട് വികസനത്തിക്കാൻ വേണ്ടിയിട്ട് തന്നെ വിജയിപ്പിക്കണം എന്നുള്ളതാണ് വോട്ടർമാരോട് ഷാരോൺ പറയുന്നത്. സിറ്റിംഗ് കൗൺസിലർ കൂടിയായ സനിൽ മോൻ ജെയുടെ സഹധർമ്മിണിയാണ് ഷാരോൺ. കഴിഞ്ഞ തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചയാളാണ് സിറ്റിംഗ് കൗൺസിലർ കൂടിയായ സനിൽ മോൻ ജെ. അതുകൊണ്ട് തന്നെ ഡിവിഷനിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരിക്കൽ കൂടി തന്റെ സഹധർമ്മിണിക്ക് അംഗീകാരം ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് സനിൽ മോൻ ജെയും സ്ഥാനാർത്ഥിയായ ഷാരോണും. ഡിവിഷനിൽ പൂർത്തീകരിക്കേണ്ട പദ്ധതികൾ പൂർത്തീകരിക്കുകയും ഒപ്പം വനിതകൾക്ക് കൂടുതൽ ക്ഷേമം നൽകുന്ന പദ്ധതികൾ നടപ്പാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തന്റെ ലക്ഷ്യമെന്ന് ഷാരോൺ പറയുന്നു. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ താൻ പുതുമുഖമാണെങ്കിലും ഡിവിഷനിലെ ജനങ്ങളിൽ ഭൂരിഭാഗം പേർക്കും താൻ സുപരിചിതയാണെന്നും ഷാരോൺ വ്യക്തമാക്കുന്നു. ഡിവിഷൻ നിലനിർത്തുക എന്നുള്ളതാണ് തന്റെ ലക്ഷ്യമെന്നും ഷാരോൺ പറയുന്നു. സിറ്റിംഗ് കൗൺസിലർ കൂടിയായ സനൽമോന്റെ വികസന പ്രവർത്തനങ്ങളും പൊതുപ്രവർത്തന രംഗത്തെ പ്രവർത്തനങ്ങൾക്കും ജനം അംഗീകാരം നൽകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഷാരോൺ. ഷാരോണിന്റെ വാക്കുകളിലേക്ക്. ഷാരോൺ ഈ സിറ്റിംഗ് കൗൺസിലർ കൂടിയായ സനൽമോനെ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഷാരോണിന് ഈ ഡിവിഷനിൽ എല്ലാവർക്കും അറിയാം, സ്വാഭാവികമായിട്ട് അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ടിട്ടൊരു പുതുമുഖം എന്നുള്ള ഒരു ബുദ്ധിമുട്ട് നല്ല ഷാരോണിനില്ല. വോട്ടർമാർക്കിടയിൽ പരിചയമാണ് ഷാരോൺ. അതുകൊണ്ടിട്ട് വലിയ അത്തരം ഒരു ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ഷാരോൺ ഈ ഡിവിഷന്റെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഡിവിഷന് വേണ്ടി നടപ്പാക്കാൻ എന്തെങ്കിലും മനസ്സിൽ ഒരു പദ്ധതി കരുതി വെച്ചിട്ടുണ്ടോ? നമ്മളുടെ ഇവിടെ വെള്ളക്കെട്ടിന്റെ പ്രശ്നങ്ങളുണ്ട്, അപ്പൊ അത് പരിഹരിക്കണം എന്നുള്ളതുണ്ട്. പിന്നെ അവിടെ പുതിയ പാർക്ക് വന്നിട്ടുണ്ടല്ലോ, അപ്പൊ അതിനോടനുബന്ധിച്ച് സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തണം എന്നുള്ളതുണ്ട്. പിന്നെ ഉള്ളത് സ്വാഭാവികമായിട്ടും പ്രധാനമായിട്ടും നൽകുന്നത് സ്ത്രീ ശാക്തീകരണത്തിന് അവരുടെ സംരംഭകത്വം പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ട്രെയിനിങ് സെന്ററിനെ കുറിച്ചാണ് കൂടുതലും ആഗ്രഹിക്കുന്നത്. പിന്നെ കാണട വർക്കുണ്ട്, മിക്ക കാണുകളും ഇടിഞ്ഞു കിടക്കുകയാണ്. അത് അടിയിൽ കോരി ചെയ്യണം എന്നുള്ളത് സ്വാഭാവികമായിട്ട് അത് വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് അതൊരു കാരണമായിട്ട് തീരും. അതുപോലെ തന്നെ പലരും ഈ നമുക്കറിയാം 5 വർഷം കൊണ്ടോ അല്ലെങ്കിൽ 5 വർഷത്തിൽ തന്നെ 3 വർഷം കൊണ്ട് കൗൺസിലർക്ക് ഈ കഴിഞ്ഞ കാലയളവിൽ കിട്ടിയത്. കാരണം വെള്ളപ്പൊക്കവും കോവിഡൊക്കെ കൊണ്ട് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പൊ 3-3.5 വർഷമാണ് ഒരു കൗൺസിലർ എന്ന നിലയിൽ പ്രവർത്തിക്കാൻ വേണ്ടത്. അപ്പൊ അതിനിടയിൽ പലപ്പോഴും കുറെ അധികം റോഡുകൾ ചിലപ്പോ അകത്തെ വശത്തെ റോഡുകൾ ഉണ്ടാവും. അപ്പൊ അത് തുടർച്ചയായിട്ട് പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അതെ, ഉണ്ട്. കുറെ ഇട റോഡുകൾ ചെയ്യാനുള്ളതുണ്ട്. പൊട്ടി നല്ല കുണ്ടും കുഴിയുമായ റോഡുകൾ തന്നെയാണ്.
അപ്പൊ അതെന്തായാലും പറയാറുണ്ട്. നമ്മൾ വോട്ട് ചെയ്യിക്കാൻ ചെല്ലുമ്പോൾ അവർക്ക് പറയാറുള്ള കാര്യങ്ങൾ. അപ്പൊ എന്തായാലും ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. പിന്നെ അതുപോലെ തന്നെ ഈ ഡിവിഷന്റെ പ്രത്യേകത ഇപ്പൊ സ്വതന്ത്ര സ്ഥാനാർത്ഥികളോട് ഒരു കൂറ് പുലർത്തുന്ന ഒരു ഡിവിഷനാണ് പലപ്പോഴും. നമുക്ക് അതിന്റെ ചരിത്രം പലപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പൊ തീർച്ചയായിട്ടും ഷാരോണിന് അതും ഒരു പ്രതീക്ഷ നൽകുന്നുണ്ടോ? പ്രതീക്ഷ ഉണ്ട് എനിക്ക്. എന്നാലും ജനങ്ങളാണല്ലോ തീരുമാനിക്കേണ്ടത്, എന്നെ തിരഞ്ഞെടുക്കണോ വേണ്ടിയോ എന്നുള്ള ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ഷാരോൺ ഈ ഡിവിഷന്റെ സിറ്റിംഗ് കൗൺസിലർ കൂടിയായ സനൽമോന്റെ സഹധർമ്മിണിയാണ്. ഷാരോണിന് പൊതുപ്രവർത്തന രംഗത്ത് സനൽമോന്റെ സഹായിയായി ഒരുപാട് നാളുകളായിട്ട് നിൽക്കുന്ന ഒരാളാണ്. സനൽമോൻ ഈ സീറ്റ് നിലനിർത്തിയതുപോലെ അത് നിലനിർത്തുക എന്നുള്ളതാണ് ഷാരോന്റെ ഒരു ലക്ഷ്യം, അല്ലേ? ആ ലക്ഷ്യം നിറവേറട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.